എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ നമ്മൾ വായിച്ചു തുടങ്ങിയത് ഡോക്ടർ ജോ വിറ്റാലയുടെ വാക്കുകളാണ്. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ വേണ്ടി എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുക? ആദ്യമായി ചെയ്യേണ്ട കാര്യം എന്തിനൊക്കെയാണ് കൃതജ്ഞത ഉണ്ടാവേണ്ടത് എന്നതിൻ്റെ ഒരു പട്ടിക തയ്യാറാക്കാൻ തുടങ്ങലാണ്. ഇത് നിങ്ങളുടെ ഊർജത്തിൻ്റെ ഗതി മാറ്റുന്നു, ചിന്തകളുടെ ഗതിയും മാറ്റാൻ തുടങ്ങുന്നു. ഇതുവരെ വച്ചാണ് നിർത്തിയത്. ഞാൻ തുടർന്ന് വായിക്കാം. ഈ വ്യായാമം തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ മനസ്സ് കേന്ദ്രീകരിച്ചിരുന്നത് നിങ്ങൾക്കില്ലാത്ത കാര്യങ്ങൾ, നിങ്ങളുടെ പരാതികൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്നിവയിലൊക്കെ ആയിരുന്നു. ഈ വ്യായാമം തുടങ്ങിയതോടെ നിങ്ങൾ മറ്റൊരു ദിശയിലേക്ക് മാറുകയാണ്. നിങ്ങൾക്ക് സുഖാനുഭവം തരുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ കൃതജ്ഞതയോടെ ചിന്തിക്കുവാൻ തുടങ്ങുന്നു. കൃതജ്ഞത നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ട്യോന്മുഖമായ ഊർജത്തോട് സമന്വയപ്പെടുത്തും എന്നത് നിങ്ങൾക്ക് ഒരു പുതിയ ചിന്തയാണെങ്കിൽ അതിനെ കാര്യമായി പരിഗണിക്കുക. അത് സത്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. വാലസ് വാറ്റിൽസിൻ്റെ വാക്കുകളാണിത്. മാർസി ഷിമോഫ് ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ സമ്പുഷ്ടമാക്കാൻ ഏറ്റവും മികച്ച വഴി കൃതജ്ഞതയാണ്. ഡോക്ടർ ജോൺ ഗ്രേ, മനഃശാസ്ത്രജ്ഞൻ, എഴുത്തുകാരൻ, രാജ്യാന്തര പ്രഭാഷകൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഏതൊരാൾക്കും അറിയാം, അയാൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളെ അയാളുടെ ഭാര്യ അഭിനന്ദിക്കുമ്പോൾ അയാൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുക എന്ന്. അയാൾ കൂടുതൽ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കും. അംഗീകാരമാണ് കാര്യം. അത് കാര്യങ്ങളെ അടുപ്പിക്കുന്നു. അത് കൂടുതൽ പിന്തുണ ആകർഷിക്കുന്നു. ഡോക്ടർ ജോൺ ഡിമാർട്ടിനി പറയുന്നത് ഇങ്ങനെയാണ്: നാം എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ, എന്തിനോട് നന്ദി പറയുന്നുവോ അതിനെ നാം സാക്ഷാത്കരിക്കും. ജെയിംസ് റേ പറയുന്നു: കൃതജ്ഞത എനിക്ക് വളരെ പ്രബലമായ വ്യായാമമായിരുന്നു. ഓരോ പ്രഭാതത്തിലും ഉണർന്നെഴുന്നേറ്റാൽ ഉടൻ ഞാൻ പറയും നന്ദി. ഓരോ പ്രഭാതത്തിലും എൻ്റെ പാദങ്ങൾ നിലത്ത് സ്പർശിച്ചാലുടൻ ഞാൻ പറയും നന്ദി. പിന്നെ ഞാൻ എൻ്റെ പ്രഭാതകൃത്യങ്ങളിൽ മുഴുകുമ്പോഴെല്ലാം എനിക്ക് എന്തിനോടെല്ലാം കൃതജ്ഞതയുണ്ടോ അതിനെയെല്ലാം ഞാൻ മനസ്സിലൂടെ ഒന്ന് ഓടിച്ചു നോക്കും. ഞാൻ വെറുതെ മനസ്സിൽ ആലോചിക്കുകയോ ഒരു പതിവ് ചര്യ നിർവഹിക്കുകയോ അല്ല ചെയ്യുന്നത്. അതിനെയെല്ലാം ഞാൻ ഉള്ളിൽ നിന്ന് പുറത്തെടുത്ത് ആ വികാരാനുഭവം അനുഭവിച്ചറിയും. ജെയിംസ് റേ അദ്ദേഹത്തിൻ്റെ കൃതജ്ഞതാ വ്യായാമം പറഞ്ഞു തരുന്നത് ചലച്ചിത്രത്തിൽ ചിത്രീകരിച്ച ആ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. ആ ദിവസം മുതൽ ജെയിംസിൻ്റെ ആ പ്രക്രിയ ഞാൻ എൻ്റെ ജീവിതമാക്കി മാറ്റി. ഇതിൻ്റെ ബാക്കി ഞാൻ നാളെ തുടർന്ന് വായിക്കുന്നതാണ്. ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കും നന്ദി.